ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന മഹേശ്വരൻ ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിലെ 7ാമത് അതിരുദ്ര മഹായജ്ഞവും മഹാശിവരാത്രി മഹോത്സവവും ഫെബ്രുവരി 2 മുതൽ ഫെബ്രുവരി 15 വരെ നടക്കുകയാണ്. കേരളത്തിൽ ആദ്യമായി നടക്കുന്ന 7ാമത് അതിരുദ്ര മഹായജ്ഞത്തെക്കുറിച്ച് മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്ര മഠാധിപതി സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി കർമ്മ ന്യൂസിനോട് പങ്കുവച്ച ദൃശ്യങ്ങൾ കാണാം. ഇത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു മഹാശിവരാത്രി നടക്കുന്നത്. എന്താണ് സ്വാമി പ്രത്യേകത? മറ്റുള്ള ക്ഷേത്രം നടക്കാൻ സാധിക്കാത്ത കാരണം അത് ഈ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നടക്കാത്തതെന്തെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ചുള്ള കാര്യം പറയുമ്പോൾ എനിക്ക് അടി കിട്ടും. അവിടെ അവർ വരുന്ന വരുമാനങ്ങളെല്ലാം 4 പേരായിട്ട് കൊണ്ടുപോകും. ഇവിടെ വരുന്ന വരുമാനം ഒരാളായിട്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്യും. അത്ര തന്നെ വ്യത്യാസം. അത് ശരിക്കും പറഞ്ഞാൽ ഈ 7ാമത് അതിരുദ്രം നടക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രം ഈ ക്ഷേത്രമാണ്. ഇതിന് മുമ്പായിട്ട് പാറശാല ഒരു പ്രാവശ്യം നടന്നിട്ടുണ്ട്, മമ്മിയൂർ ഒരു പ്രാവശ്യം നടത്തിയിട്ടുണ്ട്, വടക്കുംനാഥ ക്ഷേത്രത്തിൽ ഒരു പ്രാവശ്യം നടന്നിട്ടുണ്ട്. അതിനുശേഷം അവിടങ്ങളിലോട്ടും ഇതുപോലുള്ള കാര്യം നടക്കുന്നില്ല. ഇത് ഇവിടെ 23 വർഷമായിട്ട് രുദ്രം നടക്കുകയാണ്. അതിൽ ഇപ്പോൾ 7ാമത്തെ വർഷം അതിരുദ്രം 7ാമത് അതിരുദ്രമാണ് നടക്കുന്നത്. അപ്പോൾ അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതായത് നമ്മൾ ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണിത്. അതുമാത്രമല്ല, ഈ നാട്ടിൽ ഈ വേദമന്ത്രങ്ങൾ ഉച്ചരിച്ച് കേൾക്കുമ്പോൾ തന്നെ അവർക്കും എല്ലാവർക്കും ഗുണമുണ്ടാകും. അതായത് സർവ്വചരാചരങ്ങൾക്കും ഗുണപ്രദമായ ഒരു കാര്യമാണ് ഇത്. അഘോര ഋഷിയാൽ നിർമ്മിക്കപ്പെട്ടതാണ് വേദമന്ത്രം. ആ വേദമന്ത്രത്തിലെ അതിരുദ്രമായിട്ട് അതായത് 121 പോറ്റിമാർ 11 കോണുകളിലായിട്ടിരുന്ന് 11 പ്രാവശ്യം ആവർത്തിച്ച് ജപിക്കുന്നതാണ് ഒരു മഹാരുദ്രം. അങ്ങനെ 11 പ്രാവശ്യം ആകുമ്പോൾ അതിരുദ്രമാകും. അങ്ങനെ 11 ദിവസമാണ് ഇതിൻ്റെ ഒരു പൂജ നടക്കുന്നത്. പിന്നെ നമുക്ക് ഈ കർമ്മത്തിന് ശേഷം ഇപ്പം നദി ആരതിയുണ്ട്. മറ്റുള്ള ഈ ഭഗവാനെ എഴുന്നള്ളിച്ച് ആറാട്ടിന് കൊണ്ടുപോകുന്നത് തന്നെ ഒരു വലിയൊരു ആർഭാടമായിട്ടുള്ള രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇതെല്ലാം ഭഗവാന്റെ പ്രത്യക്ഷ അനുഗ്രഹത്തോടു കൂടെ നടക്കുന്ന ഒരു കാര്യമാണ് ഇതെല്ലാം. മഹാരുദ്രം തൊഴുന്നതുകൊണ്ട് നിരവധി ഭക്തജനങ്ങളാണ് പല ഭാഗത്തു നിന്ന്. അതൊരു പ്രത്യേക പവിത്രതയാണ്. അത് ഈ മന്ത്രം ഉൾക്കൊള്ളുകയും അതെല്ലാം കേൾക്കുകയും എല്ലാം ചെയ്യുന്നത് തന്നെ വളരെ പവിത്രമായിട്ടുള്ള കാര്യം മാത്രമാണ്. അത് മാത്രമല്ല, എപ്പോഴും ഈ വേദമന്ത്രം കേട്ടുകൊണ്ടിരിക്കുന്നത് തന്നെ ഒരു വലിയ പവിത്രമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഈ മഹാരുദ്രം തൊഴാൻ വേണ്ടിയിട്ട് ആളുകൾ കൂടുതലെത്തുന്നത്. അതിലെ ഈ ക്ഷേത്രത്തിലെ മഹാഗണപതി ഹോമത്തിൻ്റെ അത് എത്ര വർഷം കൊണ്ട് മുടങ്ങാതെ നടക്കുന്നു? അതിനും ചരിത്രം നേടിയ ഒരു ക്ഷേത്രം കൂടിയാണ്. അല്ല, ഇത് മഹാഗണപതി ഹോമം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ 56 വർഷം കഴിഞ്ഞു തുടർച്ചയായിട്ട് ചെയ്തിട്ട്. പിന്നെ 12 പ്രാവശ്യം 10,008 തേങ്ങയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ 8 പ്രാവശ്യം 1008 തേങ്ങയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ 108 തേങ്ങയിൽ 25 പ്രാവശ്യം നടത്തിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ എപ്പോഴും. അത് മാത്രമല്ല, ഇപ്പോൾ എല്ലാ ദിവസവും അഷ്ടദ്രവ്യം, അതായത് 8 കൊട്ട തേങ്ങ, അതിന് തുടങ്ങിയ മറ്റുള്ള ദ്രവ്യങ്ങളെല്ലാം ചേർത്ത് കൊണ്ടുള്ള ഗണപതി ഹോമം എല്ലാ ദിവസവും. ഈ ആരതി പൂജ, നദി ആരതി എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഇപ്പം നദി ആരതി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ നദിയെയും കാടിനെയും മറ്റുള്ള പ്രകൃതിയെ സ്നേഹിക്കുന്ന രീതിയിലുള്ള പ്രകൃതി പൂജയിലൊരു പൂജയാണ്. ഈ പൂജാകാമങ്ങളെല്ലാം സർവ്വചരാചരങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. അതായത് മനുഷ്യർക്ക് വേണ്ടി മാത്രമല്ല, ചലിക്കുന്നതും ചലിക്കാത്തതുമായിട്ടുള്ള സർവ്വ ഇതിനും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഈ നദി ആരതി എന്ന് പറയുന്നത് തന്നെ ഈ പൂജ, നദിക്കൊരു പൂജ നടത്തുന്നു. അപ്പോൾ നമ്മൾ ആ പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ പ്രകൃതിയെ നമ്മൾ ആരാധിക്കുന്നു. അതാണ് എൻ്റെ ശരിക്കും ഉള്ളത്. ഇത് കഴിഞ്ഞാൽ അടുത്തൊരു ഏറ്റവും വലിയ മഹോത്സവം എന്ന് പറയുന്നത് ശിവരാത്രി മഹോത്സവം. ആ സമയത്തും ഈ ക്ഷേത്രം തന്നെയാണ് നിരവധി പേര് പല ഭാഗത്തു നിന്ന് വരുന്നത് നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്. അതെന്താണ് പ്രത്യേക പൂജ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട്? അത് 4 യാമത്തിലും പ്രത്യേക പൂജയുണ്ട്. അത് മാത്രമല്ല, എല്ലാവരും ഇപ്പോൾ ഇവിടെ ഈ മഹാദേവൻ്റെ സാന്നിധ്യം ഉണ്ട് എന്നുള്ള വിശ്വാസം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ആളുകൾ കൂടുതൽ വരുന്നത്. കാരണം ഈ ഭഗവാൻ പ്രത്യക്ഷത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് കൊടുക്കുന്ന അനുഗ്രഹമാണല്ലോ അവരെ വീണ്ടും വീണ്ടും വരുത്തിയിരിക്കുന്നത്. അപ്പം നമ്മളൊരു ഭക്തൻ വന്ന് തൊഴുതുന്നു, അവന് ഒരു ആവശ്യപ്പെട്ടത് എന്താണോ അവൻ ഭഗവാനോടുകൂടെ ചോദിക്കുന്നു.
അത് അവന് കിട്ടുന്നു. അത് കിട്ടിക്കഴിയുമ്പോൾ അവന് ആ വിശ്വാസം കൂടെയല്ലേ ഉള്ളൂ, വിശ്വാസം നശിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ്. ഇവിടെ വരുന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും ആളുകൾ കൂടുതൽ വരുന്നത്. ഈ പല ഭക്തജനങ്ങൾക്കൊരു സംശയമുണ്ട്, ഈ അതിരുദ്ര മഹായജ്ഞം എത്ര കാലം വരെ പോവാം, അത് അവസാനം എങ്ങനെയാണ്? അങ്ങനെ അതിരുദ്ര, അതായത് 11 മഹാരുദ്രം കഴിഞ്ഞിട്ടേ ഒരു അതിരുദ്രം ചെയ്യാവൂ എന്നുള്ളതാണ് എൻ്റെ നിബന്ധന. പക്ഷേ അതിരുദ്രം തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര കാലം വേണമെങ്കിലും അതിരുദ്രം ചെയ്യാം. അത് സാമ്പത്തിക ശേഷി കണ്ടതുപോലെ ചെയ്യാൻ പറ്റും. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിലൊരു നടക്കാത്തതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ നമ്മളിപ്പോൾ ശബരിമല കണ്ടില്ലേ, ശബരിമല തന്നെ അതിനൊരു ഉദാഹരണമല്ലേ. അവിടെ എന്താ നടന്നത്? അപ്പോൾ അവിടെ ഇത്രയും ഭക്തജനങ്ങൾ എത്തുന്ന ഒരു സ്ഥലത്ത് ഉണ്ടായ ഒരു അനുഭവം നമ്മളെല്ലാം കണ്ടതല്ലേ. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് കണ്ടത് ചെറുതാണ്, പക്ഷേ ഇനി കാണാനിരിക്കുന്നത് ഒരുപാട് വലുത് അതിനകത്തുണ്ട്. അതാണ് എൻ്റെ സത്യം.